ആനന്ദ് മേനോൻ ഡയറക്റ്റ് ചെയ്ത വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളുടെ സംവിധായകനായ വിപിൻ ദാസ് ആണ് തിരക്കഥ. അജോ, വിഷ്ണു, മൂസ, അബ്ദുൽ കലാം, വിവേകാനന്ദൻ എന്നിങ്ങനെ പല തലങ്ങളിലുള്ള കുട്ടികളും അവരുടെ കുടുംബങ്ങളുമാണ് ഈ സിനിമ. ലോകത്ത് 3 തരത്തിലുള്ള കുട്ടികളാണ് ജനിക്കുന്നതെന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത്. ആദ്യ വിഭാഗം നന്നായി പഠിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലെത്തുന്നവർ. രണ്ടാമത്തെ വിഭാഗം വീട്ടുകാർക്കായി പഠിച്ച് അവർ പറയുന്ന ജോലിയിലേക്കെത്തുന്നവർ. എന്നാൽ ഇത് രണ്ടിലും പെടാത്തവരാണ് മൂന്നാമത്തെ വിഭാഗം. അവരെക്കുറിച്ചാണ് ഈ സിനിമ. ആർക്കു വേണ്ടിയും പഠിക്കുകയുമില്ല, എവിടെയും എത്തുകയുമില്ല. എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ പാളിപ്പോകുകയും ചെയ്യും. വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രംഗങ്ങളുമായാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തങ്ങൾക്ക് സാധിക്കാത്തത് മക്കളിലൂടെ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അസീസ് നെടുമങ്ങാടും കോട്ടയം നസീറും നോബി മാർക്കോസും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമാശ നിറഞ്ഞ ഫസ്റ്റ് ഹാഫും സെൻറ്റിമെൻസിന് പ്രാധാന്യം കൊടുത്ത സെക്കൻഡ് ഹാഫും പ്രേക്ഷകരെ കയ്യിലെടുത്തു. ഇതിലെ ആ മക്കൾ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെയെല്ലാമോ കഷ്ടപ്പെട്ട് ഫീസും കൊടുത്ത് എൻജിനീയറിങ്ങിന് ചേരും. അതു പിന്നെ സപ്ലിയും ബാക്ക് പേപ്പറുമായി കാലങ്ങളോളം തുടരുകയും ചെയ്യും. പല പ്രശ്നങ്ങളിലും പെടുന്ന മക്കളെ എത്രയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത അച്ഛന്മാർ. മകനോട് കർശനമായി പെരുമാറുന്ന കോട്ടയം നസീറിൻ്റെ അച്ഛൻ കഥാപാത്രം. മകൻ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തില്ലെന്ന് തിരിച്ചറിയുന്നതോടെ വീട്ടിൽ ഒരു പ്രകടനമുണ്ട്. കാഴ്ചക്കാർക്ക് തികച്ചും റിലേറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അതുപോലെ അസീസ് നെടുമങ്ങാടിൻ്റെ അച്ഛൻ കഥാപാത്രം മകനോട് ആക്രോശിക്കുന്ന രംഗം ഒക്കെയുണ്ട്. അജോയുടെയും വിഷ്ണുവിൻ്റെയും പിതാക്കന്മാർ മക്കൾക്ക് മുൻപിൽ കർക്കശക്കാരാണെങ്കിൽ മൂസയുടെ അച്ഛന് തൻ്റെ മകനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ തോൽവികളൊന്നും അയാളെ ബാധിക്കുന്നില്ല. പഠിപ്പും നല്ല ജോലിയും കിട്ടിയിട്ടും കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകുന്ന മക്കളും ഈ സിനിമയിലുണ്ട്. കുട്ടികളുടെ വേഷം ചെയ്തവരെല്ലാം സോഷ്യൽ മീഡിയ താരങ്ങളാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അരവിന്ദ് പുതുശ്ശേരിയുടെ സിനിമാറ്റോഗ്രഫിയും കണ്ണൻ മോഹൻ്റെ എഡിറ്റിങ്ങും മികച്ചു നിൽക്കുന്നു. ഡയറക്ടർ ആനന്ദ് മേനോൻ്റെ മേക്കിംഗ് വളരെ നന്നായിട്ടുണ്ട്. വിപിൻ ദാസിൻ്റെ തിരക്കഥ ഈ സിനിമയുടെ ശക്തിയാണ്.